നമസ്കാരം. PS ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 2024 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ നിലവിലെ CAG ആരാണ്? നമുക്കറിയാം ഇന്ത്യയിലെ നിലവിലെ CAG ആരാണ് കൂട്ടുകാരെ? അത് സഞ്ജയ് മൂർത്തിയാണല്ലേ. ആരാണ്? സഞ്ജയ് മൂർത്തി. ഇന്ത്യയിലെ നിലവിലെ CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? അത് സഞ്ജയ് മൂർത്തിയാണല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: 2025 കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്ന കേരളത്തിലെ ജില്ല എവിടെയാണ്? അത് തൃശ്ശൂരാണ്. എവിടെയാണ്? തൃശ്ശൂർ. 2025 കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? നമ്മുടെ തൃശ്ശൂരാണ്. എവിടെയാണ്? തൃശ്ശൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: 2024 ജൂണിൽ നാസയുടെ ഏത് ബഹിരാകാശ വാഹനത്തിലാണ് സുനിത വില്യംസ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്തത്? എന്താണ് ക്വസ്റ്റ്യൻ? 2024 ജൂണിൽ നാസയുടെ ഏത് ബഹിരാകാശ വാഹനത്തിലാണ് സുനിത വില്യംസ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്തത്? അറിയോ? ഇതിന് ഉത്തരം അറിയോ? ഞാൻ പറയാം. സ്റ്റാർ ലൈനർ. ഏതാണ് ഉത്തരം? സ്റ്റാർ ലൈനർ. 2024 ജൂണിൽ നാസയുടെ ഏത് ബഹിരാകാശ വാഹനത്തിലാണ് സുനിത വില്യംസ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്തത്? സ്റ്റാർ ലൈനർ ആണ്. ഏതാണ്? സ്റ്റാർ ലൈനർ. എങ്കിൽ കേരള ക്രിക്കറ്റ് ലീഗ് ബ്രാൻഡ് അംബാസിഡർ ആരാണ് കൂട്ടുകാരെ? എന്നാണ് കേരള ക്രിക്കറ്റ് ലീഗ് ബ്രാൻഡ് അംബാസിഡർ ആരാണ്? നമ്മുടെ മോഹൻലാൽ. ആരാണ്? മോഹൻലാൽ. കേരള ക്രിക്കറ്റ് ലീഗ് ബ്രാൻഡ് അംബാസിഡർ ആരാന്ന് ചോദിച്ചാൽ പറയണം. ആരാണ്? മോഹൻലാലാണ്. ആരാണ്? മോഹൻലാൽ. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ക്രിസ്റ്റഫർ കൊളംബസ് ഏത് രാജ്യക്കാരൻ ആണെന്നാണ് അടുത്തിടെ DNA പരിശോധനയുടെ കണ്ടെത്തിയത്? നമ്മുടെ ക്രിസ്റ്റഫർ കൊളംബസിലെ ക്രിസ്റ്റഫർ കൊളംബസ് ഏത് രാജ്യക്കാരൻ ആണെന്നാണ് അടുത്തിടെ DNA പരിശോധനയുടെ കണ്ടെത്തിയത്? അത് സ്പെയിൻ ആണ്. ഏതാണ്? സ്പെയിൻകാരനാണ് ആരായി? ക്രിസ്റ്റഫർ കൊളംബസ് എന്ന് അടുത്തിടെ നമ്മുടെ DNA പരിശോധനയുടെ കണ്ടെത്തിയല്ലേ. ഇപ്പം അതുവരെ ഇറ്റലിക്കാരനായിട്ടായിരുന്നു ക്രിസ്റ്റഫർ കൊളംബസിനെ കണക്കാക്കിയിരുന്നത്. അപ്പം ക്രിസ്റ്റഫർ കൊളംബസ് ശരിക്കും സ്പെയിൻകാരനാണെന്ന് നിലവിലെ DNA പരിശോധനയുടെ കണ്ടെത്തി. ഈ DNA പരിശോധന കണ്ടെത്തുന്നത് വരെ ഇറ്റലിക്കാരനായിട്ടാണ് ഈ ക്രിസ്റ്റഫർ കൊളംബസിനെ നമ്മൾ വിചാരിച്ചത്. അതും കൂടി ഓർത്തു വെക്കുക. PSC ചോദിക്കാൻ ഏറെ ചാൻസ് ഉണ്ട്. ക്രിസ്റ്റഫർ കൊളംബസ് ഏത് രാജ്യക്കാരൻ ആണെന്നാണ് DNA പരിശോധനയുടെ കണ്ടെത്തിയത്? സ്പെയിൻ. അതുവരെ ഇറ്റലിക്കാരനായിട്ടായിരുന്നു ഇതുവരെ നമ്മൾ കൺസിഡർ ചെയ്തത്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായി തിരഞ്ഞെടുത്ത പഞ്ചായത്ത് ഏതാണ്? ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായി തിരഞ്ഞെടുത്ത പഞ്ചായത്ത് ഏതാണ്? അത് പുല്ലമ്പാറ. തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ പഞ്ചായത്താണ് ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായി തിരഞ്ഞെടുത്തത്. ഓക്കെ അല്ലേ? യെസ്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏത്? എന്താണ്? സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഏത് കൂട്ടുകാരെ? പദ്ധതി എൽസ എന്നാണ്. എൽസ എന്ന് പറയും കേട്ടോ. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇത്. എൽസ. നെക്സ്റ്റ്: 2024 വനിതാ T20 ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ്? 2024 വനിതാ T20 ലോകകപ്പ് കിരീടം നേടിയത് ഏതാണ്? അത് ന്യൂസിലാൻഡ് ആണ്. ഏതാണ്? ന്യൂസിലാൻഡ്. 2024 വനിതാ T20 ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ്? അത് ന്യൂസിലാൻഡ്. ഏതാണ്? ന്യൂസിലാൻഡ്. നെക്സ്റ്റ്: ഒരു പാരാളിമ്പിക് അത്ലറ്റിക് വിഭാഗത്തിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം ആരാണ്? ഒരു ഒളിമ്പിക്സിൽ അത്ലറ്റിക് വിഭാഗത്തിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം ആരെന്നറിയോ? അതേ പ്രീതി പാൽ. ആരാണ്? പ്രീതി പാൽ. ഒരു പാരാളിമ്പിക്സിൽ അത്ലറ്റിക് വിഭാഗത്തിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാരാണ്? അത് പ്രീതി പാലാണ്. ഇനി ഗൂഗിളിന്റെ AI ലാബ് നിലവിൽ വരുന്ന എവിടെയെന്ന് അറിയോ? ഗൂഗിളിന്റെ AI ലാബ് അത്
ചെന്നൈ ആണ്. എവിടെയാണ്? ചെന്നൈ. ഗൂഗിളിൻ്റെ AI ലാബ് നിലവിൽ വരുന്നത് എവിടെയാണ്? ചെന്നൈ ആണ്. എങ്കിൽ കാമിനേമു ഏത് സംസ്ഥാനത്തെ ഔദ്യോഗിക ഫലമായാണ് അംഗീകരിച്ചത്? കാമിനേമു ഏത് സംസ്ഥാനത്തെ ഔദ്യോഗിക ഫലമായാണ് അംഗീകരിച്ചത്? അത് അസമാണ്. ഏതാണ്? അസം. അപ്പം അസമിലെ ഔദ്യോഗിക ഫലം ഏതാണ്? അത് കാമിനേമു. ഏതാണ്? കാമിനേമു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏതാണ്? ഇത് ഓൾറെഡി PS ചോദിച്ചു കേട്ടോ. കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ഏത്? നവജീവൻ. അപ്പം നവജീവൻ ആർക്ക് വേണ്ടിയിട്ടാണ്? കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ഏത്? നവജീവൻ. നവജീവൻ. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ അറിയോ? അക്രമങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, അക്രമങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ആണ് ഏത്? പരിരക്ഷ. ആർക്ക് വേണ്ടിയിട്ടാണ്? അക്രമങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഏത് കൂട്ടുകാരെ? പരിരക്ഷ. പരിരക്ഷ. ഓക്കെ അല്ലേ? ഇനി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര് എന്തെന്നറിയോ? അതാണ് അമൃതം ആരോഗ്യം. ആർക്ക് വേണ്ടിയിട്ടാണ്? എന്താണ്? സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര് എന്താണ്? അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യം. ഓക്കെ അല്ലേ? ഇനി മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സംസ്ഥാന സർക്കാർ പുനരധിവാസ പദ്ധതിയുടെ പേര് എന്താണ്? സ്നേഹക്കൂടി. എന്താണ്? മാനസിക രോഗവിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാർ പുനരധിവാസ പദ്ധതിയുടെ പേര് എന്താണ്? സ്നേഹക്കൂടി. സ്നേഹക്കൂടി. ഓക്കെ അല്ലേ? യെസ്. ഇനി നിലവിലെ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ്? അത് സഞ്ജീവ് ഖന്ന. ആരാണ്? സഞ്ജീവ് ഖന്ന. നിലവിലെ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ്? സഞ്ജീവ് ഖന്നയാണ്. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ചെറിയ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താക്കുക? കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയുക. അതുപോലെ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ അതും കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. ഓക്കെ. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. സീ യു.